ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് ലോ റേഞ്ചിൽ ഏതാണ്ട് 7:30-ക്ക് ശേഷം ആരംഭിച്ച മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ജില്ലയുടെ മലയോര മേഖലയിൽ എന്നാൽ മഴ കുറവാണ് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വരും മണിക്കൂറുകളിലും മഴ ശക്തമായിരിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ്. എന്നാൽ രാവിലെ 7 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. മലങ്കര ഡാമിന്റെ 6 ഷട്ടറുകളിൽ 3 ഷട്ടറുകൾ 1 മീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. 2 ഷട്ടറുകൾ 50 സെന്റിമീറ്ററും 1 ഷട്ടർ 20 സെന്റിമീറ്ററും ഉയർത്തിയിട്ടുണ്ട്. വരും മണിക്കൂറിലും മഴ ശക്തമാവുകയും അതോടൊപ്പം തന്നെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൽപാദനം കൂട്ടുകയും ചെയ്താൽ ഒരുപക്ഷെ ഈ ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവാറ്റുപുഴയാറിന്റെയും അതോടൊപ്പം തന്നെ തൊടുപുഴയാറിന്റെയും തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമായ ഇടുക്കി ഡാമിലെ ജലനിരപ്പും ഉയരുകയാണ്. 2377 അടിയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. 2382 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നാൽ അത് റെഡ് ലെവൽ ജലനിരപ്പ് അല്ലെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കും. അതിനുശേഷം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വന്നേക്കാം. മുല്ലപ്പെരിയാർ ഡാമാണ് മറ്റൊരു വലിയ ഡാം. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് എത്തിയിട്ടില്ല. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറവാണ് എന്നത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ജില്ലയിലെ ചെറു ഡാമുകൾ അത് തുറന്നിരിക്കുകയാണ്. മാട്ടുപ്പെട്ടി ഡാം, അതോടൊപ്പം തന്നെ പൊന്മുടി ഡാം, കല്ലാറുകുട്ടി, പാമ്പള ഡാമുകളാണ് ഇപ്പോൾ തുറന്നു വച്ചിരിക്കുന്നത്. മറ്റ് ഡാമുകളുടെയും ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഒരുപക്ഷെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാനും കഴിയില്ല. എന്തായാലും മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. പ്രധാനമായും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായി തന്നെ നേരിമംഗലം മുതൽ വാളർ വരെയുള്ള ഭാഗത്തും മണ്ണിടിഞ്ഞും മരം വീണും അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ വഴിയുള്ള ഗതാഗതവും തീർച്ചയായിട്ടും സൂക്ഷിച്ച് നടത്തേണ്ട ഒരു കാര്യമാണ്. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ ലോ റേഞ്ചിലും ജാഗ്രത പാലിക്കേണ്ട സമയമാണ്.